നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മരുന്ന് കച്ചവടക്കാരന്റെ മകൾക്ക് ആയുധ കച്ചവടം കൊള്ളാം. ആരുടെ തലയാണ് നിന്റെ ഉന്നം? എന്റെ തലയ്ക്ക് നേരെയാണോ അതോ നിരഞ്ജന്റെ തലയ്ക്കോ? ഓ, അതോ ദേവികയുടെ തലയ്ക്കാണോ? അല്ല ഡാഡി, പുതിയ എന്തോ പടപ്പുറപ്പാടാണെന്ന് മനസ്സിലായി. ആരായത് എന്റെ സൈന്യാധിപൻ? അത് ശച്ചായോ? ശരത്ത്. വെരി ഗുഡ്. സെൻട്രൽ ജയിലിന്റെ വാഗ്ദാനം. നിനക്ക് അവനോടൊന്നും അല്ലാതെ വേറെ ആരോടും സംസാരിക്കാൻ കിട്ടില്ലേ? അതിപ്പോ രണ്ടുപേര് സംസാരിക്കുന്നില്ല, എന്താ കുഴപ്പം? രണ്ടുപേര് തമ്മിൽ ഒരുപാട് നേരം സംസാരിച്ചതിന്റെ കുഴപ്പം എന്താണെന്ന് കാഞ്ചനയ്ക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. ആദ്യം കരോൾ, പിന്നെ കരോക്കെ, അത് കഴിഞ്ഞ് ക്യാൻസർ, പിന്നെ പള്ളിപ്പറമ്പ്. പഴയ നിയമം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അല്ല, അക്ഷരമോളുടെ കാര്യമായതുകൊണ്ട് ഞാൻ ആദ്യം സ്വന്തം കാലിന് പാകമായ ഒരു വള്ളിച്ചിരിപ്പിടാൻ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് മതി അക്ഷരയെ ഗംബൂട്ടിടാൻ പഠിപ്പിക്കുന്നത്. ഡാഡി ശരത്തിന്റെ സുഹൃത്തൊന്നും അല്ല. ഡാഡിക്ക് അറിയാലോ, ദേവികയുടെ നാത്തോരെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. അയ്യോ, അറിയാവേ. സുധിയുടെ വീട്ടിലെ പരാന്ന ഭോജി, ഒരു പക്ക ക്രിമിനൽ. അവന്റെ മൂക്കിന്റെ പാലത്തിന് നിരഞ്ജന്റെ ഒരു ഇടി കിട്ടിയിട്ട് എറണാകുളത്തെ പാലാരിവട്ടം പാലം പോലും വാവിട്ട് കരഞ്ഞതായിട്ട് എനിക്കറിയാം. ഡാഡിക്ക് പിന്നെ എല്ലാം പുച്ഛമാണല്ലോ. ഇപ്പൊ എന്താ ഡാഡിയുടെ പ്രശ്നം? അത് പറയും. പ്രശ്നമല്ല, ആവശ്യം. ആ കുറുനരി എന്തിനാ നിന്നെ വിളിച്ചത്? എന്താ നിങ്ങൾക്കിടയിലെ ഡീലിങ്സ്? അത് പിന്നെ അവന്റെ കൂട്ടത്തിലുള്ള ഒരു പയ്യനായിരുന്നു